റസൂലുള്ളാഹി. അപ്പോ നിഷ്പക്ഷമായി ചിന്തിച്ചോളൂ. നിങ്ങളെ ചോദ്യം ഞങ്ങളെ ഏറ്റെടുക്കുന്നു. ഏതെങ്കിലും ഒരു നബി, ചോദ്യം ശ്രദ്ധിച്ചല്ലോ, ഏതെങ്കിലും ഒരു നബി വഫാത്തായ നബിയോട്, ഏതെങ്കിലും ഒരു നബി വഫാത്തായ ആളുകളോട് കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറം പേടിയോടുന്നല്ലേ ചോദ്യം? അതിന് പ്രാർത്ഥന എന്ന് പറയില്ല. ഞാൻ ആദ്യം വിശദീകരിച്ചു, നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഉദാഹരണത്തിലേക്ക് പോയത്. ഈസാ നബി കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്ത് എന്ന് തോടുന്നു. ഇതിന് ഇസ്ലാമിൽ പ്രാർത്ഥന എന്ന് പറയൂല. ഇസ്ലാമി പ്രാർത്ഥിച്ചിട്ടില്ല, പക്ഷേ സഹായം തേടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നു, നബിമാർ അവ സ്വഹാബത്ത് ചെയ്തതോ അത് ഞാൻ വിശദീകരിക്കാം. അതിന്റെ മുമ്പ് നിങ്ങളുടെ ഈ വിഷയത്തെക്കുറിച്ച് റസൂലുള്ളാഹിയാണ് പറയുന്നത്. എന്റെ ഖബറിന്റെ സമീപത്ത് വന്ന് എന്നോട് വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഇങ്ങനെ ഒരു ഹദീസില്ല എന്ന് വാദമുണ്ടോ? ഈ ഹദീസ് സ്വഹീഹല്ല എന്ന് വാദമുണ്ടോ? നിങ്ങൾ നിഷ്പക്ഷമായി ചിന്തിക്കണം. ഇത് നമുക്ക് പരലോകത്തിന്റെ വിഷയമാണ്. നന്നായിട്ടൊന്ന് ചിന്തിക്കാം. അതുകൊണ്ട് അതിനെക്കുറിച്ച് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ഒന്നുകൂടി കൊടുക്കും, പറയട്ടെ. ആളെന്നെ അല്ല, അതാണ് പൂർത്തിയാക്കിക്കോട്ടെ, അത് തീർന്നോട്ടെ. ഇൻഷാ അല്ലാഹ് അയാൾ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തരും. അതെന്നെ വിഷയം അല്ല, വിഷയം തന്നെയാണ് ചോദിച്ചത്. പറഞ്ഞേ, പിന്നെ ഈസാ നബി വന്നിട്ട് മുഹമ്മദ് എന്ന് വിളിക്കുന്നു. ആ വിളിയില്ലല്ലോ, അത് പിന്നെ ഇന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബദ്രീങ്ങളെ കാക്കണേ, അല്ലെങ്കിൽ മോദി ശൈഖ് എനിക്കൊരു കുട്ടിനെ തരണേ, മമ്പർത്തങ്ങൾ എനിക്കൊരു ഉദാഹരണം, ഞാൻ ചോദിക്കണപ്പോഴായി പറയട്ടെ, അതിന് തെളിവാണെന്ന് ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഉദ്ധരിച്ചായിട്ട് മനസ്സിലാൻ പറ്റുമോ? ആ കാണിച്ചു തന്നാൽ, അല്ല കാണിച്ചു തന്നാൽ, എന്നാ പിടിച്ചോളൂ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു വിശദമായി ഞാൻ പറയും. അല്ല ഇപ്പൊ ഫുള്ളാക്കി, അല്ല അത് പറ, എല്ലാരും ഇരിക്കാം. ആള് പറയാ. ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ സാർ, നമ്മളിപ്പോ വിളിക്കണ്ടല്ലോ മമ്പറന്തങ്ങളെ കാക്കണേ, അല്ലെങ്കിൽ മൊയ്തി ശൈഖെ കാക്കണേ. ഈ വിളിയും പിന്നെ ഈസാ നബി വന്നിട്ട് മുഹമ്മദ് നബിനെ വിളിക്കുന്ന വിളിയും രണ്ടും ഒരേ അർത്ഥത്തിലാണോ സാർ? പറഞ്ഞേ, രണ്ടും ഒരേ അർത്ഥത്തിൽ ആണോ? നമ്മൾ കുട്ടീനെ ചോദിക്കണം. അതല്ല, ഞാൻ മൈക്ക് വെച്ച ഉദാഹരണം. അതായത് കുട്ടീനെ ചോദിക്കൽ അതിന്റെ ഒരു ഉദാഹരണം, മനസ്സിലായില്ല? ഇവിടെ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറം സഹായം തേടിയെന്നുള്ളതാണ് പ്രശ്നം. ഇവിടെ അള്ളാന്റെ റസൂലുള്ളത് ജാറത്തിലാണ്. അള്ളാഹുവിന്റെ റസൂല് എവിടെയാണുള്ളത്? ഖബറിന്റെ ഉള്ളിലാണ്. ആ റസൂലുള്ളാഹിനോട് ഈസാ നബി വന്ന് സഹായം തേടുകയാണ്. അപ്പോ എന്ത് സഹായം? കുട്ടിനെ ചോദിക്കൽ ഒരു സഹായം, രോഗം മാറൽ വേറൊരു സഹായം, ഇൽമ തേടൽ വേറൊരു സഹായം. അതൊക്കെ സഹായത്തിന്റെ എക്സാമ്പിളുകൾ. ഒന്ന് ശരിക്കല്ലെങ്കിൽ പിന്നെ ഒന്നും ശരിക്കാവൂലല്ലോ, അത് ഉറപ്പാണല്ലോ. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈസാ നബി അലൈഹിസ്സലാം വന്ന് അങ്ങനെ തേടുന്നു. അത് അതിൽപ്പെട്ട ഒരു തേട്ടം. കുട്ടിനെ ചോദിക്കൽ വേറൊന്ന്, ശിർക്കാണെങ്കിൽ എല്ലാം ശിർക്ക്. അപ്പോ ഇതുവരെ നിങ്ങൾ ചോദിച്ച ആ ചോദ്യം ഈ സുന്നി സമുദായം ഏറ്റെടുക്കുന്നു. ഏതെങ്കിലും ഒരു നബി മരിച്ച നബിയോട് വിളിച്ചിട്ടുണ്ടോ, സഹായം തേടിയിട്ടുണ്ടോ എന്നല്ലേ ചോദ്യം? ഉണ്ട്. മഹാനായ നബി ഈസാ നബി അലൈഹി ഇസ്ലാം തന്നെ ഇനി വരും. സുന്നത്ത് ജമാഅത്തിന്റെ അതാ നേതാവായിട്ട് വരും. നിങ്ങൾക്ക് ആ ഹദീസ് മുഴുവനൊന്ന് ഞാൻ കേൾപ്പിച്ചുതരാം. അർത്ഥം വെച്ചു നമ്മൾ ഹനീഫ മൗലവി ആയിക്കോട്ടെ, ഞാൻ വരണ്ട. ആ ഹദീസിന്റെ ഓരോ ലഫ്ദും ബിലഫ്ദ് കായക്കൊടി മൗലവി അർത്ഥം പറയും. ആദരവും കായക്കൊടി മൗലവിയെ ക്ഷണിക്കുകയാണ്. എല്ലാവരും ഇരുന്ന് കേട്ടോളൂ. നമ്മുടെ നിർവചനവുമായി ബന്ധപ്പെട്ട വിഷയമാണോ? അല്ല. കേട്ടോളൂ നിങ്ങൾ. എന്താ ഹദീസിലുള്ളത്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതായി ഞാൻ കേട്ടു. വല്ലദീ നഫ്സു അബിൽ ഖാസിം ബിയദിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ സത്യം, ലയൻസിലന്ന ഈസ ഇബ്നു മറിയം ഇമാമൻ മുഖ്സിതൻ വഹകമൻ അദില, ഈസാ നബി അലൈഹിസ്സലാം നീതിമാനായ ഭരണാധികാരിയായി ഇമാമായി ഇറങ്ങി വരും. ഫലയുകസ്സിറന്ന സലീബ, കുരിശുകൾ തകർക്കും. വലയഖ്തലനൽ ഖിൻസീറ, പന്നികളെ കൊല്ലും. വലയുസ്ലിഹന്ന ദാത്തൽ ബൈൻ, പരസ്പരമുള്ള പകകൾ ഭിന്നിപ്പുകൾ അവസാനിപ്പിക്കും. വലയുദ്ഹിബന്ന ശഹ്നാ, അതേപോലെ പോരുകൾ അവസാനിപ്പിക്കും. വലയുരിലന്ന അലൈഹിൽ മാൽ ഫലാ യഖ്ബലുഹു, ഈസാ നബി അലൈഹിസ്സലാമിന് മുമ്പിൽ സമ്പത്തുകൾ പ്രദർശിപ്പിക്കപ്പെടും, പക്ഷേ അദ്ദേഹം അത് സ്വീകരിക്കില്ല. സുമ്മലയിൻ ഖാമ അലാ ഖബരി,
എന്നിട്ട് എന്റെ ഖബറിനരികിൽ വന്ന് ഫഖാല യാ മുഹമ്മദ് എന്ന് വിളിച്ചാൽ ലാ ജബ്തുഹു, ഞാൻ അദ്ദേഹത്തിന് ഉത്തരം നൽകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അതുകൊണ്ട് മരിച്ചതിന് ശേഷം അർത്ഥല്ലേ ചോദിച്ചേ? കഴിഞ്ഞ ഹദീസ് കഴിഞ്ഞു. ഏത് ഓരോരുത്തർക്ക് ചോദിക്കരുത്. അല്ലല്ല അയാൾ അത് കൊടുക്കുക. ഹദീസ് കേൾപ്പിച്ചതാണ്. ബൈക്കോണ്ട് ഒരാൾ പറയട്ടെ. ആ വെക്ക് ബൈക്ക് കൊടുക്കും അയാൾ പറയട്ടെ. അതെ ആ കുറച്ചുകൂടെ വെക്കല് ഞങ്ങൾ ഈ ഹദീസിന്റെ അർത്ഥമാണ് നിങ്ങൾ ചോദിച്ചു. ഹദീസിന്റെ അർത്ഥം മൗലവിയെ കൊണ്ട് പറയിപ്പിച്ചതാണ്. അത് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് അതിന് കുഴപ്പമുണ്ടെങ്കിൽ പറഞ്ഞോളി, അതല്ലേ രസം. ഈ ഹദീസിന്റെ അർത്ഥം ഞങ്ങൾ പറയിപ്പിച്ചതാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഹദീസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഹദീസ് ദഈഫാണെങ്കിൽ പറയാം, ഹദീസിന് കുഴപ്പമുണ്ടെങ്കിൽ പറയാം. ഓരോന്നും ഞങ്ങൾ പിടികൂടും ഇൻഷാ അല്ലാഹ്. ഞാൻ പറയുന്നത് സ്വീകരിച്ചോളൂ. ഇത് വ്യക്തമായി ആ ഹദീസ് കഴിഞ്ഞു. ഇനി ഹദീസില്ല. ഹദീസ് അവിടെ പൂർണ്ണമായി. ഹദ്ദസനാ അഹ്മദ് ബിൻ ഉസ കേട്ടോ. ഏത് സംശയം? അത്രേ ഉള്ളൂ എന്ന് പറ്റും. അത് തീർന്ന വിഷയം തീരാൻ പോവാണ്. അതായത് ഇപ്പോ ഓരോരുത്തർക്കും മൈക്ക് കൊടുക്കുമ്പോൾ അവർ സംസാരിക്കട്ടെ. ഞാൻ പറയുന്നത് വിഷയം തീരുമാനം പോവാണ്. ഏതെങ്കിലും ഒരു നബി റസൂലുള്ളാഹിന്റെ ഖബറിന്റെ സമീപത്ത് വന്ന്, അല്ലെങ്കിൽ മരിച്ചുപോയ നബിയുടെ ഖബറിന്റെ സമീപത്ത് വന്ന് വല്ല ആവശ്യം, ചിന്തിക്കണേ, കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറം എന്നതാണ് നമ്മുടെ ചർച്ച. കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറമാണല്ലോ ജാറത്തിലുള്ള നബിയോട് ചോദിക്കുന്നത്, അല്ലേ? തർക്കമില്ലല്ലോ. എന്നാൽ ബഹുമാനപ്പെട്ട നബി ഈസാ അലൈഹിസ്സലാം ആ ഹദീസിൽ പറയുന്നു, എന്റെ ഖബറിന്റെ സമീപത്ത് വന്ന് എന്നെ വിളിച്ചാൽ ഞാൻ ആ വിളിക്കുത്തരം ചെയ്യുമെന്ന് മഹാനായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് തന്നെ ഈ സംശയം ഇനി ഉണ്ടാവാൻ പാടില്ല. ഏതെങ്കിലും ഒരു നബി മരിച്ച നബിയോട് ചോദിച്ചോ എന്ന ചോദ്യം ഇനി കേരളത്തിന്റെ അന്തരീക്ഷത്തിൽ കേട്ടുപോകരുത്. ഈ ജനങ്ങളെ സാക്ഷി നിർത്തിയിട്ട് ഞങ്ങൾ പറയുന്നു, ഈസാ നബി അലൈഹിസ്സലാം ഇവിടെ വരും, വന്നിട്ട് വിളിക്കുമ്പോൾ ഞാൻ ഉത്തരം ചെയ്യുമെന്ന് 14 നൂറ്റാണ്ട് മുമ്പ് മഹാനായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി തെളിവാണ്. പക്ഷെ അത് പ്രാർത്ഥനയല്ല. പ്രാർത്ഥന അള്ളാഹ്നോട് തന്നെ. പക്ഷെ ഇത് സഹായം തേടലാണ്. അത് രണ്ടും വ്യത്യാസമുണ്ട്. അപ്പൊ ഈ ഹദീസിനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അത് തന്നെ ജനങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾ നന്നായി വരണം. നല്ല ഭാഷയിലല്ലേ ഞാൻ പറയുന്നത്? ഇൻഷാ അല്ലാഹ് നമുക്ക് നന്നായി കൂടെ. നിങ്ങളെ ചോദ്യം അതാണല്ലോ. ഏതെങ്കിലും ഒരു നബി മരിച്ച നബിനോട് ചോദിച്ചോ, കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറം പേടിയോ എന്നാണല്ലോ. ആ പ്രശ്നത്തിനല്ലേ ഇവിടെ പരിഹാരമായത്. ഇനി നിങ്ങൾക്കത് സ്വീകരിച്ചുകൂടെ എന്നാണ് എന്റെ ചോദ്യം. കൊടുക്കും. ഹദീസിനെ കുറിച്ച് എന്നാ പറയണം? മുസ്ലിയാരെ, പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത സ്ഥിതിക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. പ്രവാചകന്മാർ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കടലിന്റെ അടുത്ത് ചെന്നിട്ട് കടലിനോട് ശത്രുക്കളുടെ പ്രയാസം കൊണ്ട് പ്രതിസന്ധിയിൽ ഒരു മിനിറ്റ് സംസാരിക്കട്ടെ. അവസരം തരും. ബലപ്രയോഗം പിടിക്കുന്നത് ഇതാ കേട്ടോ. ഇല്ലല്ല, ഇതൊക്കെ എന്താ 4-3 ആൾക്കാർ അവിടെ വന്നു. ഇത് ഈ മുജാഹിദ് പ്രസ്ഥാനം എന്ന് ചോദിച്ചിട്ടുണ്ടോ നിങ്ങൾ ബലം പിടിക്കും. എന്തിനാ അതിന്റെ ആവശ്യം? ഇല്ല, ഞങ്ങൾ ബലം പിടിക്കരുത്. നിങ്ങൾ അതാണ് സംസാരിക്കുന്നത്. പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു പ്രവാചകനാണല്ലോ. തീർച്ചയായും കടലിന്റെ അടുത്തെത്തുകയും ഫിറൗന്റെ ശത്രുത കാരണം പറയട്ടെ, ഒരു സംസാരിച്ച് തീർന്നിട്ടല്ലേ ഗണ്ഡനമണ്ഡലം ഒരു കാര്യം പറയട്ടെ. അതിന്റെ ബന്ധം ബേജാറ് അവിടെ നിൽക്കാം. അപ്പം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ കടലിന്റെ അടുത്ത് ചെന്നിട്ട് ഫിറൗന്റെ ശത്രുത കാരണം പടച്ച റബ്ബിനോട് പ്രാർത്ഥിച്ചില്ലേ, പടച്ചോനെ ഇവന്റെ പ്രയാസത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ച്. അപ്പൊ ആ സമയത്ത് കടല് 2 പിളർപ്പായി. ഇവിടെ പ്രവാചകന്മാരുടെ പ്രത്യേകതയാണത്. മൂസാ നബിക്ക് കിട്ടിയ പ്രത്യേകതയാണത്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്ജിസത്ത്